ഇനി നമുക്ക് ഒരു ഇല വരച്ചാലോ? നാളെ അംഗൻവാടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോഷന്മ എന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് തല ഒരു ചെറിയ ഫുഡ് കോമ്പറ്റീഷനും സംഭവങ്ങളൊക്കെ നാളെ നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഇല വരയ്ക്കുന്നത്. ഈ ഇല വരയ്ക്കുന്നത് ഇതിൽ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ഉപയോഗിക്കുന്ന 10 തരം ഇലക്കറികളിൽ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അതിന് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇല വരച്ച് ഈ ഇലയിൽ ആ 10 തരം പച്ചക്കറികളും ഇലക്കറികളും പച്ചക്കറിയുള്ള ഇലക്കറികളും സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളെ ഈ ഇല വരച്ചു കൊണ്ട് ചെല്ലണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചാർട്ട് പേപ്പറിൽ ഈ ചാർട്ട് പേപ്പറിൻ്റെ ഒരു തുണ്ട് സ്ഥലം പോലും പരമാവധി കളയാതെ നമ്മൾക്കിത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇലയുടെ ഒരു ചെറിയ ഷേപ്പ്, ഇലയുടെ ചെറിയൊരു ഷേപ്പ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളത്ര അറിവുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ അത് കുളമായെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുന്നത്. ചാർട്ട് പേപ്പർ നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണടയുടെ ബോക്സും മോൻ്റെ ഒരു ബോക്സിൻ്റെ ഭാഗമൊക്കെ എടുത്ത് അതിൽ വെച്ചിരിക്കുന്നത്. പെൻസിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് ഒരു പച്ച സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് വീണ്ടും അതിൻ്റെ ആ ബോർഡറൊക്കെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് ഇന്ന മരത്തിൻ്റെ ഇലയാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഇല അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഏകദേശം ഞാൻ എൻ്റേതായ ഐഡിയയിലൊരു ഇലയുടെ ഷേപ്പ് ചാർട്ട് പേപ്പറിൽ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൽ ഏതായാലും നമുക്കൊരു പച്ച പെയിൻറ്റ് കൊടുക്കാം. ഈ മഞ്ഞ ചാർട്ടും കണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇലയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിൻ്റെ ഒരു ബോർഡർ വരച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. അപ്പം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. ഒരു ചാർട്ട് പേപ്പർ ഫുള്ളാണ് ഏകദേശം, അതുകൊണ്ട് തന്നെ കുറേ അധികം പെയിൻറ്റ് വേണം, കുറേ അധികം സമയവും വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് പച്ച. പച്ചയുടെ ഏത് വകഭേദങ്ങളും നിറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചപ്പനം തത്തേനിൻ്റെ ചിത്തത്തിലാരാണു പെണ്ണെ പച്ചക്കുരുത്തോല തൊങ്ങലു ചാർത്തിയ മച്ചുനാണ് പെണ്ണിൻ്റെ ചിത്തത്തിലാണ്. അപ്പോൾ മൊത്തം പച്ച പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കത് വരച്ച ഇലയുടെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മോൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഒരു കവറിൻ്റെ അകത്താക്കി അനക്കാതെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മുക്കും മൂലയൊക്കെ തുടച്ച് നേരത്ത് പെറുക്കി ഒതുക്കി വെച്ചതാണ്. അങ്ങനെ എൻ്റെ ഇല
പൂർണ്ണരൂപം പ്രാപിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.